എല്ലാ കൂട്ടുകാർക്കും ഫ്ലേവർ ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞൊടിയിടയിൽ ചട്നി തയ്യാറാക്കാനുള്ള പ്രീമിക്സ് പൗഡർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയാലോ? വെള്ളം ഒഴിക്കുക, കടുക് താളിക്കുക, മിക്സ് ചെയ്യുക, ചട്നി റെഡി. ഇങ്ങനെ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. തിരക്ക് പിടിച്ച ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായി നിലക്കടല 1 കപ്പ്, 1/2 കപ്പ് പൊട്ടുകടല, ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഈ 2 സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം കൂടി ചേർത്ത് വെക്കാം. ഇനി ആവശ്യമായിട്ടുള്ളത് ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി, വാളംപുളി എടുത്തിട്ടുണ്ട്, 4 അല്ലെങ്കിൽ 5 വെളുത്തുള്ളിയുടെ അല്ലി, 4-5 ഉണക്കമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്തു വെക്കാം. ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് എണ്ണ ഒട്ടും തന്നെ ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് നമ്മൾ ഇട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം നിലക്കടല ഇട്ടു, നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഇതിലെ നിലക്കടലയുടെ തൊലിയെല്ലാം തന്നെ നമുക്ക് മാറ്റേണ്ടതാണ്. ഇനി ഇതിലേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അവസാനമായിട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഒരുമിച്ചിട്ടാണ് കേട്ടോ ഇതിലോട്ട് തന്നെ ഇട്ടിട്ടാണ് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉണക്കമുളക്, വെളുത്തുള്ളി, അതുപോലെ ചെറിയ അളവിലുള്ള വാളംപുളി ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഉപ്പിനും ചെറിയൊരു ചൂടോടുകൂടി നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാ മിക്സും നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് തണുക്കാനായിട്ട് കുറച്ച് സമയം വെക്കാം. ഈ സമയം നമ്മൾ നമ്മുടെ നിലക്കടലെല്ലാം തന്നെ തൊലിയെല്ലാം തന്നെ നന്നായിട്ട് കൈകൊണ്ട് ഉരച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ചെറിയൊരു തരിപ്പോടുകൂടി തന്നെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹോം മെയ്ഡ് ചട്നി പ്രീമിക്സ് പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു എയർ ടൈറ്റഡ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. 1 മാസം വരെ വെച്ച് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഈ ചട്നി പ്രീമിക്സ് പൗഡറിൻ്റെ കൂടെ ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് ദോശയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്കാണ് നമ്മൾ ചട്നി പൊടി ഉപയോഗിച്ചിട്ട് ഒരു ചട്നി ഉണ്ടാക്കുന്നത്. നമ്മൾ കാലത്തൊക്കെ വളരെ തിരക്ക് പിടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പൗഡർ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചട്നി മിനിറ്റുകൾ കൊണ്ട് തന്നെ തയ്യാറാക്കാം. കറണ്ട് ഇല്ലാത്ത അവസരങ്ങളിൽ, പിന്നെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു ചട്നി പൊടി നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി ഇത് നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം ഈ പൗഡർ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കടുക് താളിക്കുകയാണെങ്കിൽ താളിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചട്നി വളരെ തിക്കായിട്ട് വേണ്ടവർക്ക് അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ലൂസ് പരുവത്തിലാണെങ്കിൽ അതുപോലെ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതൊഴിച്ച് നമ്മുടെ ദോശയും കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. നമുക്കിത് കടകളിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഏത് സമയത്ത് നമുക്കിത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ? ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതിനായി സബ്സ്ക്രൈബിൽ ഓൾ എന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്.